അന്നുണ്ടായിരുന്ന വാർഡ് മെമ്പർ ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് അവിടെ ഈ വയസ്സായ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടി തന്നു. അവിടെ ഒരു 10-12 മെഷീനൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് പറഞ്ഞ് വിമൻ ഡെവലപ്മെൻറ്റ് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഹോളാണ്. ഇവിടെ വന്ന് അമ്മ ഇതെല്ലാം ചെയ്തോളാൻ പറഞ്ഞിട്ടാണ് തന്നതാണ്. ഇപ്പോൾ ഈ സന്മനസ്സും താഴ്മയൊന്നും വേണ്ട, നടപടി ചെയ്യണം മാത്രമല്ല നിങ്ങളെപ്പോലുള്ളവരൊക്കെ നടപടി നടപടി എന്ന് വെച്ചാൽ ഇപ്പൊ അവിടെ ആ ഹോള് അടുത്ത അംഗൻവാടിയിലുള്ള അത് അവർ ആ ഹോളും കൂടി കൈകയറിയിരിക്കുകയാണ്. മുമ്പ് അങ്ങനെയാണ്, അത് കൂട്ടിയിടാൻ പറ്റുമായിരുന്നു. ഞങ്ങളുടെ കയ്യിൽ അംഗൻവാടി കെട്ടിടമുണ്ട്. അവിടെ കൂടാത്തതും അവിടെ പോരാന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ കൂടെ ഏറ്റെടുത്തിരിക്കുന്നത്. എന്തായിരുന്നാലും ഞങ്ങൾക്ക് ആശ്രയം നടത്താനായിട്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടായില്ല. കൗൺസിലറുടെ കാര്യമൊക്കെ പറഞ്ഞു. ഗോപൻ അമ്മ ഇവിടെ നന്നായിട്ട് നടത്തിക്കൊണ്ട് ഇത്രയും വർഷം ഇപ്പൊ ഒന്നും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ പണ്ടത്തെ പോലെ തന്നെ അവിടെ കിടക്കണ അതുപോലെ തന്നെ സാർ വന്ന സ്ഥലത്ത് ഞങ്ങൾക്കൊരു പ്രോജക്റ്റ് കിട്ടിയിട്ടുണ്ട് പക്ഷെ അത് നടത്താൻ ഒരു നിവൃത്തിയില്ല. അവിടെ ആരും കഴിക്കില്ല. അതുപോലെ ഉള്ളിലോട്ടായി 10 കമ്പ്യൂട്ടർ നമ്മുടെ ക്ഷീണമൊന്നും ആയില്ലല്ലോ. അത് ചെയ്യുമ്പോൾ അതൊന്നും നമുക്ക് നോക്കാം. പക്ഷെ അതിന് മുന്നേ ഇപ്പൊ കോഴ്സ് എവിടെയെങ്കിലും നമ്മളാ ജംഗ്ഷൻ കേന്ദ്രീകരിച്ച് നോക്കാനാണ് പറയുന്നത്. അതിനുള്ള പിന്നെ റെന്റും മറ്റു കാര്യങ്ങളൊന്നും ടീച്ചറിന്റെ കയ്യിൽ രജിസ്ട്രാർ ഓഫീസിന്റെ അവിടെ ഒരു പുതിയ കെട്ടിടം കെട്ടിയെന്ന് പറഞ്ഞു. രജിസ്റ്റർ ഓഫീസിന്റെ നമുക്കറിയായിരിക്കും. പോസ്റ്റ് ഓഫീസിന്റെ അവിടെ എവിടെയാണോ ഞാൻ കണ്ടിട്ടില്ല. നമ്മുടെ വാർഡ് ഓഫീസായിട്ട് അംഗൻവാടി കെട്ടിടത്തിന്റെ പിന്നെ നിങ്ങൾ തന്നെ കോർപ്പറേഷൻ്റെ ഏതെങ്കിലും ബിൽഡിങ് അങ്ങനെ അലോട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ കണ്ടുപിടിച്ചിട്ട് പറയാൻ എന്നോട് കിട്ടുകൊണ്ടിരിച്ചാൽ കോർപ്പറേഷൻ്റെ അല്ലാതെ ഉള്ളൂർ സ്മാരക ഗ്രന്ഥശാലയിൽ ഞങ്ങൾ അത് കോർപ്പറേഷൻ്റെ ഉടമസ്ഥകളുടെ ഏതെങ്കിലും ബിൽഡിങ് കണ്ടുപിടിച്ചിട്ട് അലോട്ട് ചെയ്യണമെന്ന് ഞാൻ കണ്ടാം. അല്ലാതെ വേറെ ആദ്യം ഓണർഷിപ്പ് ഇല്ലെങ്കിൽ എനിക്ക് ഇടാൻ പറ്റില്ല. ഇത് മുടമുള്ള മോച്ചോണ്ടാ സംസാരിച്ചു മോച്ചുണ്ടോ? ശരി.